അപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു 4-5 അപ്പാർട്ട്മെൻറ്റ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ കണ്ട കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടോ കാണിക്കാൻ പോണത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഷൂ റാക്കായിട്ടും ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് തൊട്ട് മുന്നിൽ വീണ്ടും ഒരു ഷെൽഫ് ഉണ്ട്. തൊട്ട് ഇവിടെ കാണുന്ന ഇതൊരു ഷെൽഫാണ് കേട്ടോ. ഈ ഷെൽഫിന് അത്യാവശ്യം കുറേ തട്ടുണ്ട്. നമ്മളിവിടെ വീട് നോക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെൽഫൊക്കെ നമുക്ക് ഓക്കെ വരുമ്പോൾ നമുക്ക് സ്പേസിൻ്റെ പ്രശ്നം വരും. അങ്ങനെ എല്ലാം കൂടെ ഒത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ കാണുന്ന കേട്ടോ റൂമിലോട്ടുള്ള കിച്ചണാണ് കയറി വരുമ്പോഴുള്ള ഡോറ്. അതല്ലാണ്ട് തൊട്ടിപ്പുറത്ത് വലത് സൈഡിൽ ഡോറുണ്ട്. ഇവിടെയാണ് ബാത്റൂം ഉള്ളത്. ഇവിടെ കണ്ടോ കുറച്ച് അത്യാവശ്യം വാഷ് ബേസിനും സെപ്പറേറ്റ് വാഷ് ബേസിനുണ്ട്. ഇത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ആണ്. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് വാഷ് ബേസിൻ, പിന്നെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വാഷ് ബേസിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകണമെങ്കിൽ നമ്മൾ ബാത്റൂമിനകത്ത് നിന്ന് തന്നെ കൈ കഴുകണം. എല്ലാം കൂടെ ഒത്തു കിട്ടാൻ കുറച്ച് പാടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതാണ് നേരെ കയറി ചെല്ലുന്ന കിച്ചണിലോട്ടാണ്. കിച്ചണിൽ 3 അടുപ്പുള്ള ടൈപ്പ് കിച്ചണായിരുന്നു ഇത്. അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജാപ്പനീസ് അപ്പാർട്ട്മെൻറ്റിലും ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. പക്ഷേ ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിനകത്ത് അതില്ല കേട്ടോ. കിച്ചണിന് നേരെ കയറുന്ന റൂമിലോട്ടാണ്. താഴെ ഫ്ലോർ കണ്ടില്ലോ, ഇതാണ് തത്താമി എന്ന് പറയുന്നത്. തത്താമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ജാപ്പനീസുകാർ ഉപയോഗിച്ചിരുന്ന ഫ്ലോറാണ്. നമ്മുടെ നാട്ടിലെ പുല്ലുവായ ഇല്ലേ പണ്ടത്തെ, ആ പുല്ലുവായൻ്റെ ഒരു സെറ്റപ്പിലായിരിക്കും ഈ ഫ്ലോർ ഉണ്ടായിരിക്കുക. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് വെള്ളമോ ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ കയറിപ്പോവുക, എന്തെങ്കിലും ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് വേറൊരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോയതാണ്. ഇതിൻ്റെ പുറത്ത് സൈക്കിളും അതുപോലെ തന്നെ ഈ കുഴലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇത് അത്രയ്ക്ക് പഴയൊരു അപ്പാർട്ട്മെൻറ്റാണ്. എന്നിട്ട് ഇതിനെ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പുതിയ ടെക്നോളജി ഇതിനകത്തുണ്ട്. റിനോവേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു കൂടെ കുഴലിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു വൃത്തിയോട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. 2 റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതിന് 55,000 yen ആയിരുന്നു മന്ത്ലി റെൻറ്റ് എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് ചീപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് അത്ര സ്പേസ് നമുക്കിപ്പോൾ ജപ്പാനിൽ കിട്ടില്ല. അതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ടാണ്. നമ്മുടെ ബാത്റൂമൊക്കെ കാണണം. ഇത് കണ്ടോ വാഷ് ബേസിൻ വെക്കാനുള്ള ഏരിയ. ശരിക്കും ഭയങ്കര ഒരു പഴയ ഫീൽ വരും നമുക്ക് അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ. ഇവിടെ ബാത്ത് ഉണ്ട്. ബാത്ത് എന്ന് പറഞ്ഞാൽ കയറി കിടക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് കാലും ഇതൊക്കെ ഇരിക്കാൻ പറ്റുന്ന അത്ര ചെറുത് കണ്ടോ, ചെറിയ ബാത്ത്. എല്ലാ പുതിയ ടെക്നോളജി അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഉള്ള സ്പേസ് അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. കുറേ കമ്പികളും വയറിങ്ങും എല്ലാം പുറത്തു കൂടെയാണ്. ഇൻ്റർകോമൊക്കെ പുറത്തു കൂടെ വയറിങ് കൊടുത്തിട്ട് ഇൻ്റർകോമും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പുതിയ ടെക്നോളജി ഇതിനകത്തുണ്ട്. റിനോവേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പൈസ കുറവും. തത്താമി ഫ്ലോറായിരുന്നു, 2ഉം തത്താമി ഫ്ലോറായിരുന്നു. പുതിയ അപ്പാർട്ട്മെൻറ്റ്സിൽ ഇപ്പോൾ പുതുതായിട്ട് പണിയുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ തത്താമി ഫ്ലോർ ഉണ്ടാവാറില്ല. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ ഫ്ലോർ മാറ്റോ ഫ്ലോർ ഷീറ്റൊക്കെ വാങ്ങിച്ച് വിരിക്കും. ഫുൾ കംപ്ലീറ്റ് നമ്മൾ ടൈൽ ഒട്ടിച്ച പോലെയുള്ള ഫ്ലോർ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ വെച്ച് വിരിക്കുക ചെയ്യാം. കിച്ചണിന് 2 റൂമിലോട്ടും ഒരേപോലെ കയറാൻ പറ്റും. അതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ടും എൻട്രി ഉള്ള സ്ലൈഡിങ് ഡോർ പോലെയാണ് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒക്കെ ഉണ്ട്. ബാൽക്കണി വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം തൊട്ടും ഫ്രണ്ടിലായിട്ട് കുറച്ച് പച്ചക്കറി കൃഷിയും ഫ്ലവേഴ്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നമുക്കൊരു ചെറിയ മോളുണ്ട്, അതുകൊണ്ട് ഇങ്ങനത്തെ റൂമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വയറിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തു കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ കണ്ട ഈ ഡോറ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പേപ്പർ കൊണ്ടാട്ടോ. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറിപ്പോവും. അങ്ങനത്തെ ഈ കാണുന്ന ഡോറ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, നല്ല പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് മുന്നേ കണ്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ വില 60,000 yen ആയിരുന്നു കേട്ടോ, ഒരു മാസത്തെ റെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വാഷിംഗ് മെഷീനും ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കണം. ഇത് നമ്മുടെ ഗംഗൻ ഏരിയ. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഡോറ്. ഇതിങ്ങനെ സ്ലൈഡിങ് ഡോറാണ്. ഇത് ശരിക്കും പേപ്പറാണ്. നമ്മൾ വിരലുകൊണ്ടൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കീറിപ്പോവും.